ടി ജി, ഷീ ജിൻപിങ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച, അതിനൊപ്പം തന്നെ G2, അതായത് ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും റഷ്യയും സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു ഇവർ തമ്മിൽ ഒരുമിച്ചാൽ. ഇങ്ങനെയൊക്കെ ഒരു വാർത്തകളൊക്കെയാണ് ഇപ്പോൾ ലോക രാഷ്ട്രീയത്തിൽ കറങ്ങുന്നത്. അങ്ങനെയൊക്കെ സാധ്യമാവുമോ? ഒരുപക്ഷെ ടൈമിങ് അത് സാധ്യമായി എന്നും വരാം. ഇതിനോടൊന്നും ചൈന പ്രതികരിച്ചിട്ടില്ല. ഇതൊക്കെ ട്രംപ് വൺ സൈഡായിട്ട് പറയുന്നതാണ്. ഇതുവരെ കേൾക്കാത്തൊരു G2, നമ്മൾ G7 മുതൽ മുകളിലേക്കാണ് G7, G20 ഇങ്ങനെയാണ് പോകുന്നത്. അത് താഴത്തേക്ക് കൊണ്ടുവന്ന് G2, ഞങ്ങൾ രണ്ടുപേര് മാത്രം. അല്ലേ, കീലേരി അച്ചു പറയുന്നുണ്ടല്ലോ, എന്നോട് മുട്ടാൻ ആരാടാന്ന് ചോദിച്ച് ജയറാം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഞങ്ങളോട് മുട്ടാൻ ആരാടാന്ന് ചോദിക്കും. ആ ഒരു അവസ്ഥയാണ് ട്രംപിൻ്റെ. ട്രംപ് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു. ബട്ട് ചൈന ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ കാണുന്നത് സൗത്ത് കൊറിയയിലാണ്. ബട്ട് ചൈന അവരുടെ അഭിപ്രായം ഗ്ലോബൽ ടൈംസ് അതിലേക്കാണല്ലോ വരുന്നത്. അതിൽ വന്നതിൽ ചൈന പറഞ്ഞത് ഈ ആസിയാൻ മീറ്റിംഗ് നടന്നല്ല കോലാലംപൂരിൽ, അവിടെയും ചൈനീസ് ഡെലിഗേഷനും അമേരിക്കൻ ഡെലിഗേഷനും തമ്മിൽ ചർച്ചയുണ്ടായിരുന്നു. ആ കോലാലംപൂർ ചർച്ചയിൽ ബ്രോഡ്ലി ഡിസ്പ്യൂട്ടഡ് ഐറ്റംസ് സെറ്റിൽ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ എത്തി. അതായത് തർക്കം തീർക്കേണ്ടതാണ് എന്നൊരു ധാരണ, അത് എത്തിയെന്നാണ് ചൈനയുടെ റിപ്ലൈ. തർക്കം തീർന്നല്ല, തർക്കം തീർക്കണ്ടേ ചേട്ടാ? തീർക്കണമല്ലോ. ഇങ്ങനെ സംസാരിച്ചു. സൗത്ത് കൊറിയയിൽ നടന്ന ചർച്ചയെപ്പറ്റി ഒന്നും തന്നെ ചൈന മിണ്ടിയിട്ടില്ല. പക്ഷേ ട്രംപ് താരിഫ് കുറച്ചു. അത് വലിയൊരു വിജയമായിട്ട് ട്രംപ് കാണുന്നു. അതിൽ വിജയം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ട്രംപ് ആദ്യം 50% താരിഫ് എന്ന് പറയുന്നു, ചൈനയും 50 ആക്കുന്നു. ട്രംപ് 65 ആക്കുന്നു, ചൈനയും 65 ആക്കുന്നു. ട്രംപ് 100 ആക്കി, ചൈന 135 ആക്കി. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ട്രംപ് ഏകപക്ഷീയമായിട്ട് ഇത് കുറയ്ക്കുന്നു. മാത്രമല്ല ചൈന അന്ന് ഈ റെയർ മിനറൽസ്, മാഗ്നറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് സമ്പൂർണ്ണമായിട്ട് നിർത്തിയപ്പോൾ അമേരിക്കയ്ക്ക് പ്രയാസമായി. അമേരിക്ക താരിഫ് കൊടുത്തു, ചൈന മിനറൽസും കൊടുക്കാൻ തുടങ്ങി. ഇത് ട്രംപിൻ്റെ വിജയമാകുന്നു. ഇങ്ങനെ മിനറൽസ് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇയാൾ താരിഫ് കൂട്ടിയാണ് മിനറൽസ് നിന്നു പോയത്. താരിഫ് കുറച്ചപ്പോൾ മിനറൽസ് പിന്നെയും തുടങ്ങി. ഇതിൽ വിജയമെന്താ? വിജയമില്ലല്ലോ. അതിൽ പഴയ സ്ഥിതിയിലേക്ക് പോയി. ഇതാണ് ഇതിലൊക്കെ രസം. ഫെൻറ്റനിൽ എന്ന മയക്കുമരുന്ന്, സിന്തറ്റിക് മയക്കുമരുന്ന്, അതിൻ്റെ മൂലം, അത് ഫുള്ളി ഡെവലപ്ഡ് അല്ല, അതിൻ്റെ ബേസിക് കെമിക്കൽ, അത് ചൈനയിൽ നിന്ന് മെക്സിക്കോ വഴി അമേരിക്കയിൽ വരുന്നു. അതിൻ്റെ പേരിൽ 20% താരിഫ് ട്രംപ് ഏർപ്പെടുത്തി. ചൈന ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ അത് 10% ആക്കി കുറച്ചു. അതിന് ട്രംപ് പറയുന്ന ന്യായം, ഇപ്പോൾ മയക്കുമരുന്ന് അത്രയധികം ചൈന അയക്കുന്നില്ല. എത്രയധികം മയക്കുമരുന്ന് എപ്പോഴും 1 കിലോ ആണെങ്കിലും 1000 കിലോ ആണെങ്കിലും അത് ഡേഞ്ചറസാണ്. അത് അനുവദിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു 1-1.5 കിലോ ഒക്കെ അയാൾ അയക്കുന്നുള്ളൂ. അതുകൊണ്ട് താരിഫ് 20-ൽ നിന്ന് 10-ലേക്ക് കുറയ്ക്കാം. ചൈനയ്ക്കിത് പറയാൻ പറ്റുമോ? ഞങ്ങൾ അയച്ചുകൊണ്ടിരുന്നത് കുറച്ചു എന്ന് ചൈനയ്ക്ക് പറയാൻ പറ്റില്ല. അമ്മയെ തല്ലുന്നത് നിർത്തിയോ എന്ന് ചോദിക്കുന്ന പോലെ അത് അപ്പോൾ പറയാൻ പറ്റില്ല. ചൈന ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താണ് ട്രംപ് നടക്കുന്നത്. അതിൻ്റെ കൂടെ അടിച്ച ഗുണ്ടാണ് ഈ G2. ഇപ്പോൾ G2 സീരിയസ് ആയിട്ട് ചൈന എടുക്കുന്നു എന്ന് വയ്ക്കുക. ട്രംപിൻ്റെ ആവശ്യം എന്താ? അമേരിക്ക ഉണ്ടാക്കുന്ന വഴക്കിലെല്ലാം ചൈന കൂടെ നിൽക്കണം, റഷ്യയെ ഒറ്റപ്പെടുത്തണം. ഇതൊക്കെ ചൈനയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഫസ്റ്റ് നോക്കൂ, ഇപ്പോൾ ട്രംപ് പ്രിയോറിറ്റിയിൽ നിർത്തിയിരിക്കുന്നത് വെനസ്വേലയാണ്. വെനസ്വേല ഇപ്പോൾ ആക്രമിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവർ മയക്കുമരുന്ന്, അവർ പഴയ മയക്കുമരുന്ന് എക്സ്പോർട്ടേഴ്സാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് അവിടെ കേട്ടോ. ഇപ്പോൾ വെനസ്വേലയുടെ പ്രധാനമന്ത്രി നിക്കോളാസ് മഡ്യൂറോ കമ്മ്യൂണിസ്റ്റുകാരനാണ് കേട്ടോ, സോഷ്യലിസ്റ്റ്. അവിടുത്തെ പിണറായി വിജയനാണ് പുള്ളി.
അപ്പോൾ പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ ഖജനാവിലെ കാശെല്ലാം എടുത്തിട്ട് ജനങ്ങളിലെ ഒരു വിഭാഗത്തിന് പാർട്ടിക്കാർക്ക് വിതരണം ചെയ്തു. ഇവിടെ പിണറായി വിജയൻ ചെയ്യുന്ന അതേ പരിപാടി, പാർട്ടിക്കാർ പിൻവാതിൽ നിയമനം അതൊക്കെ ചെയ്തു. 3 കോടിയോ മറ്റാണ് ജനസംഖ്യ അവരുടെ. അതിലൊരു 22 ലക്ഷം പുള്ളിയുടെ പട്ടാളമായിട്ട് മാറി, മിലീഷ്യ, അനൗദ്യോഗിക പട്ടാളം. ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് 22 ലക്ഷം ആൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് മഡ്യൂറോ നിൽക്കുന്നു. മഡ്യൂറോ ചെയ്ത വേറൊരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് പൊതുമേഖല മാത്രമേ അലൗഡുള്ളൂ, സ്വകാര്യ മേഖല പറ്റില്ല. അപ്പോൾ ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത് ഇൻഡിവിജ്വൽസാണ്, ചെറിയ ചെറിയ ആൾക്കാർ. പുള്ളി അത് ദേശസാൽക്കാർ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഗവൺമെൻറ് തന്നെ മയക്കുമരുന്ന് കച്ചവടം അങ്ങ് തുടങ്ങി. അതാണ് മഡ്യൂറോയുടെ പ്രത്യേകത. ഇതല്ലാതെ എന്ത് ചെയ്യും? മഡ്യൂറോയ്ക്ക് ഒരു ധർമ്മസങ്കടമുണ്ട്, സാങ്ഷൻസ് ഉണ്ട്, അയാളുടെ കയ്യിൽ എണ്ണയുണ്ട്, പക്ഷേ അതാർക്കും വിൽക്കാൻ സമ്മതിക്കില്ല, കുഴിച്ചെടുക്കാൻ സമ്മതിക്കില്ല. അമേരിക്കൻ 4 വശത്തു നിന്നും ശ്വാസം മുട്ടിക്കുകയാണ് അയാളെ. അയാളുടെ കിടപ്പും ഈ അമേരിക്കയ്ക്ക് ഇങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. എന്നുവെച്ചാൽ നമ്മളുടെ സൗത്ത് അമേരിക്കയുടെ വടക്കേ അറ്റത്ത് കിഴക്കോട്ട് മാറിയിട്ട് കിഴക്കേ മൂലയ്ക്കാണ് വെനിസുല. ആ പ്രദേശത്തുള്ള ദ്വീപുകളെല്ലാം ഒരുപക്ഷെ ക്യൂബയെ ഒഴിച്ച് ബാക്കിയെല്ലാം ഫുള്ളി അമേരിക്കൻ കൺട്രോളിലാണ്. അതിലാണ് ഈ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അതുപോലെയുള്ള ചെറിയ ചെറിയ ദ്വീപ സമൂഹങ്ങളൊക്കെ എല്ലാം അമേരിക്കയുടെ. ഇവരെല്ലാം ഇതാണ് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളാണ്. ബട്ട് അമേരിക്കയുടെ ഭീകരമായ സാന്നിധ്യം ഇവരെയൊക്കെ ഭയപ്പെടുത്തുന്നൊരു സാന്നിധ്യമാണ്. അപ്പോൾ ഈ സംഘർഷത്തിൽ ചൈന അമേരിക്കയുടെ കൂടെ നിൽക്കുമോ? ചൈന ഓൾറെഡി മഡ്യൂറോയുടെ കൂടെ നിൽക്കുകയാണ്. അയാൾ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല. എണ്ണയിൽ ചൈനയ്ക്ക് നോട്ടമുണ്ട്. റഷ്യയ്ക്ക് അയാളുടെ സപ്പോർട്ടുള്ള രാജ്യമാണ് റഷ്യ. അമേരിക്കയുടെ ശത്രുവായതുകൊണ്ട് ഇറാൻ അയാളെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇറാൻ ഇപ്പോൾ ധൃതി പിടിച്ച് അയാൾക്ക് ഡ്രോണൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇറാനിൽ ഡ്രോൺ വേഗം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഖമനൈ. വേഗം ഉണ്ടാക്കുക. ഇതെന്താ ചേട്ടാ ഇത്ര ധൃതി? ഞാൻ പറയണത് കേൾക്ക്, വേഗം നമുക്ക് അങ്ങോട്ട് വെനിസുലയിലേക്ക് അയക്കാനുള്ളതാണ്. ഈ രീതിയിൽ ആണ് ഇറാൻ നിൽക്കുന്നത്, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ട്രംപിൻ്റെ കൂടെ ഷീ ജിൻപിങ് നിൽക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യില്ല. പിന്നെ ഒന്ന് ഇസ്രായേൽ അമേരിക്കയുടെ കൂടെ നിൽക്കുക, G2 ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുക എന്നൊരർത്ഥം കൂടെ വരും. അത് മുതലാകുന്ന കാര്യമല്ല ചൈനയ്ക്ക്. അമേരിക്കയുടെ വിചാരം അമേരിക്കയുമായിട്ടുള്ള ബിസിനസ് കൊണ്ട് മാത്രം ചൈനയ്ക്ക് ജീവിക്കാൻ പറ്റും എന്ന്. ജീവിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചൈനയുടെ 2ാം സ്ഥാനം എന്ന് പറഞ്ഞ് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഒരുപക്ഷെ ട്രംപ് ആഗ്രഹിക്കുന്നത്. ട്രംപിന് ചൈന ഇങ്ങനെ തൻ്റെ അടുത്തേക്ക് വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അവർ 1-2 സ്ഥാനത്താണല്ലോ. നമ്മൾ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. പക്ഷേ 4ാം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ പിന്നിലാണ് നമ്മൾ. ഇടയ്ക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 4ആയിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ അവസ്ഥയിൽ ചൈന ഒരു രീതിയിലും ഈ മണ്ടത്തരം കാണിക്കുകയില്ല. പക്ഷേ ഒരു ഇംപ്രഷൻ ട്രംപിന് കൊണ്ടുവരാൻ പറ്റും. ഞങ്ങൾ ചൈനയുമായിട്ട് അലൈൻ ചെയ്യാൻ പോവുകയാണ്, റഷ്യയെ ഞങ്ങൾ ഐസൊലേറ്റ് ചെയ്യും. അതും സാധ്യമല്ല. കാരണം റഷ്യയും ചൈനയും തമ്മിൽ വല്ലാതെ ബന്ധപ്പെട്ട് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. പ്രത്യേകിച്ചും ചൈന ഈ ഗൂഗിൾ ഇല്ലാത്തൊരു രാജ്യമാണ് ചൈന. ചൈനയ്ക്ക് സ്വന്തമായ അവരുടെ സെർച്ച് എഞ്ചിനുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് റഷ്യയ്ക്ക് കുറച്ച് നേരത്തേക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ യുക്രൈൻ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ റഷ്യയുടെ ATM കാർഡുകൾ വർക്ക് ചെയ്യാതെയായി. അത് യൂറോപ്പും അമേരിക്കയും ചേർന്ന് ബ്ലോക്ക് ചെയ്തു. ചൈനയാണ് അവർക്ക് അവരുടെ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്ത് തുടങ്ങി. അത്രയ്ക്ക് ബന്ധം അവർ തമ്മിലുണ്ട്. അപ്പോൾ തൊട്ടയൽവക്കത്ത് ഒരു ശത്രുവിനെ സൃഷ്ടിക്കാൻ ചൈന ആഗ്രഹിക്കുമോ? ഇല്ല. ചൈന ഇന്ത്യയുമായിട്ട് പോലും അടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇന്ത്യയും റഷ്യയൊക്കെ ഉപേക്ഷിച്ചിട്ട് അമേരിക്കയുടെ പിന്നാലെ പോകാൻ ചൈനയ്ക്ക് എന്ത് ഭ്രാന്താണ്? മാത്രമല്ല ഈ അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ 4 കൊല്ലത്തെ ഏർപ്പാടാണ്. അടുത്ത ആൾ ഡെമോക്രാറ്റ് ആവുകയും ഈ പോളിസിയെല്ലാം മാറുകയും ചെയ്താലത്തെ സ്ഥിതി എന്താ? അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ചൈന ഇപ്പോൾ അനങ്ങുമൊന്നുമില്ല. എന്നാൽ ഇത് ഉണ്ടെന്നോ ഇല്ലെന്നോ അവർ പറയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഷീ ജിൻപിങ്ങിനെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ചിരിയുമായിട്ട് ആ മനുഷ്യൻ നിൽക്കും.
എണ്ണയൊക്കെ തേച്ച് വൃത്തിയായിട്ട് ചീകി വെച്ച മുടി ഒരെഴ പോലും മാറിക്കിടക്കില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ട്രംപ് ഇങ്ങനെ ഇപ്പം മറ്റേ വൈക്കോൽ പോലത്തെ മുടിയാണ്, ചീപ്പ് തൊടിയിച്ചിട്ടില്ല കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. അതാണ് ട്രംപിൻ്റെ. ഇങ്ങനെ അങ്ങനെയല്ല, ഇങ്ങനെയുടെ സ്വഭാവം പോലെ തന്നെ കറക്റ്റ് ചീകി ഒതുക്കിയ മുടി, ഫിറ്റ് ചെയ്ത ഒരു ചിരി. ആ ചിരിയുടെ നീളം കുറയോ കൂടുകയോ ചെയ്യില്ല, അങ്ങനെ നിൽക്കും പുള്ളി. ഇതുപോലെയാണ് പുള്ളിയുടെ രാജ്യവും നിൽക്കുന്നത്, ചൈന. ആർക്കും അതിനകത്ത് കയറി എന്ത് സംഭവിക്കുമെന്ന് അറിയാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ആ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല ചൈന ഇങ്ങനെ അമേരിക്കയുമായിട്ട് അലൈൻ ചെയ്യാനോ പിടിക്കാനോ ഒന്നിനും പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ചൈനയ്ക്ക് ആകെയുള്ള ഒരു പ്രശ്നം തൈവാനാണ്. തൈവാനെ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് പിന്മാറാൻ ട്രംപ് തയ്യാറാണോ? വേണ്ടി വന്നാൽ അത് ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞു. ചൈനയ്ക്കത് ആശ്വാസമായി. ഏത് നിമിഷവും തൈവാനെ സായുധാക്രമണത്തിലൂടെ ചൈനയിലേക്ക് ചേർക്കും, അല്ലെങ്കിൽ ഹോങ്കോങ് പോലെ ഒരല്പം സ്വയംഭരണം കൊടുത്തിട്ട് തങ്ങളുടെ പിടിയിൽ നിർത്തുന്നൊക്കെ. തൈവാനാണെങ്കിൽ പരസ്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഞങ്ങൾക്ക് അമേരിക്കയുമായിട്ടുള്ള സൗഹൃദത്തിൽ വിശ്വാസമുണ്ട്, അതിലെന്തെങ്കിലും കുറവ് വരാനുള്ള ഒരു ന്യായവും ഞങ്ങൾ കാണുന്നില്ല എന്ന് തൈവാനും പറഞ്ഞു. ഇനി തൈവാനെ അമേരിക്ക കൈയൊഴിഞ്ഞാൽ തൈവാനെ സഹായിക്കാൻ 110 രാജ്യങ്ങൾ വേറെ വരും. നമ്മൾ പോലും ചിലപ്പോൾ സഹായിച്ചു എന്ന് വരും, ജപ്പാൻ സഹായിച്ചു എന്ന് വരും. ചൈനയ്ക്ക് ശത്രുക്കളുടെ കുറവൊന്നുമില്ല. പിന്നെ ഒരു ബാലൻസിൽ അങ്ങനെ അങ്ങ് പോകുന്നതേ ഉള്ളൂ. ഏറ്റവും നോക്കിക്കോ, തെക്ക് വശത്ത് നമ്മൾ ഇന്ത്യ, കിഴക്ക് വശത്ത് ജപ്പാൻ, രണ്ടുപേരും ബദ്ധശത്രുക്കളാണ് ചൈനയുടെ. അത് ചൈനയ്ക്കും അറിയാം, നമുക്കും അറിയാം. ബട്ട് ഒരു ബാലൻസിൽ നിൽക്കുന്നു. ഇപ്പോൾ ഒന്നും അടിപിടിയൊന്നും വേണ്ട. ഈ താരിഫ് വാർ വന്നു കഴിഞ്ഞപ്പോൾ ചൈനയും ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്തു. ജപ്പാൻ അമേരിക്കയുടെ കൂടെ തന്നെ നിന്നു. പണ്ടേ അലൈസാണ്, ഇപ്പോഴും ഞങ്ങൾ അലൈസായിട്ട് തന്നെ നിൽക്കും. ഇതൊക്കെ ആയിട്ടും 15% താരിഫ് അടിച്ചിരിക്കുക ജപ്പാൻ്റെ തലയിൽ. ജപ്പാനൊരു ഗോൾഫ് ക്ലബ്ബ് തന്നെ ഇയാളുടെ പേർക്ക് എഴുതി കൊടുത്തു, ജപ്പാനിലെ ട്രംപിൻ്റെ പേർക്ക്. എന്നിട്ടും ട്രംപ് 15% താരിഫ് അടിച്ചു. അങ്ങനെ നിൽക്കുന്നു ജപ്പാൻ. പക്ഷേ ഇങ്ങനെയാണെങ്കിലും അവരും ചൈനയ്ക്കെതിരാണ്, നമ്മളും ഫലത്തിൽ ചൈനയ്ക്കെതിരാണ്. ഇപ്പോൾ ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള കോമ്പിനേഷൻ വെച്ചിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് G2 ഒന്നും ഗുണം പിടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ നമ്മൾ റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങുന്നത് കുറച്ചു എന്നൊക്കെ പറയുന്നത്, ഈ ട്രംപ് പറയുന്നതും ഒക്കെ ശരിയാണോ? അത് അങ്ങനെ പോകുന്നുണ്ടോ, കുറയുന്നുണ്ടോ? അത് കുറയുകയും കൂടുകയും ചെയ്യുന്നുണ്ട്. നമ്മളിത് നേരത്തെ പറഞ്ഞിരുന്നു. കാശ് കുറച്ച് ആരാണോ തരുന്നത് അവരുടെ നിന്ന് വാങ്ങാൻ നമ്മൾ തയ്യാറാണ്. പിന്നെ ഒരിക്കൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകാശം ഇടിഞ്ഞു വീണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റുന്നത് ഒരു നല്ല കാര്യമല്ല. ബിസിനസ്സിലൊരു സത്യസന്ധത വേണമല്ലോ. അപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ നമ്മൾ കുറച്ചിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. മറ്റേ നയാറയ്ക്ക് അവർ ബ്ലോക്കേഡ് പറഞ്ഞു, അംബാനിയുടെ റിഫൈനറിക്ക് ബ്ലോക്കേഡ് പറഞ്ഞു, അപ്പോൾ കപ്പൽ തിരിച്ചുവിട്ടു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു ഡൈനാമിക് സിറ്റുവേഷനിൽ ബിസിനസ്സിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം സംഭവിക്കുന്നുണ്ട്. നമ്മൾ അമേരിക്കയുടെ പ്രഷറിന് കീഴടങ്ങിയിട്ടില്ല. അതേസമയം അമേരിക്ക ഇപ്പോൾ വെനീസുലയുമായിട്ട് വലിയ ഇപ്പം അങ്ങോട്ട് ചെയ്ത് കളയുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നില്ല. ഈ വെനീസുലയിൽ നിന്ന് ചിലപ്പോൾ എണ്ണ നമ്മൾ മേടിച്ചു എന്ന് വരും. നമ്മൾ പ്യുവർ ബിസിനസ്സിലാണ് നിൽക്കുന്നത്. നമ്മുടെ ലാഭം ആരാണോ എവിടെയാണ് നമ്മുടെ ലാഭം, റിസ്ക്കും. ഇപ്പം നാളെ ഭയങ്കര ഡേഞ്ചറസായി എന്ന് വെച്ചോ, റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ. റഷ്യയിൽ നിന്ന് ക്രൂഡ് കൊണ്ടുവരുന്ന കപ്പൽ ഒരു 4 അമേരിക്ക അങ്ങ് മുക്കുന്നു. ഇമാജിൻ ദ സിറ്റുവേഷൻ. നമുക്ക് അതിൻ്റെ പേരിൽ അമേരിക്കയുമായിട്ട് യുദ്ധത്തിന് പോകാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മൾ ടെമ്പററി റഷ്യയോട് പറയും, ചേട്ടാ കപ്പൽ മുക്കാൻ തുടങ്ങി, നമ്മൾക്ക് മുതലാവില്ല എന്ന് പറയുന്നത്. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റഷ്യ അവരുടെ പുതിയ ആണവ മിസൈൽ, കടലിൽ നിന്ന് റേഡിയേഷൻ സുനാമി, വെറും വെള്ളവും ചെളിയുമല്ല കടലിൽ നിന്ന് വരാൻ പോകുന്നത്, റേഡിയേഷനുള്ള വെള്ളവും ചെളിയും വരത്തക്ക രീതിയിൽ സ്ഫോടനാത്മകമായ സ്ഥിതി കൊണ്ടുവരുന്ന മിസൈൽ. അതാണ് റഷ്യ പരീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രംപും പറഞ്ഞു എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ അതിൽ കൂടുതൽ. ട്രംപ് പറഞ്ഞു ഇത് നമ്മുടെ ആണവ പരീക്ഷണം തുടങ്ങിക്കോ എന്ന്. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഉള്ള ആണവ ഇത് ഇൻ്റർനാഷണൽ ഏജൻസികളുടെ വിലയിരുത്തലനുസരിച്ച്
300 എണ്ണം മതി ലോകം മുഴുവൻ ഭസ്മമാക്കാൻ. ഇപ്പം തന്നെ എല്ലാ രാജ്യങ്ങളുടെയും കൂടെ കയ്യിൽ 440 ഉണ്ട്. അതായത് ലോകം 1.5 തവണ നശിപ്പിക്കാനുള്ള ആണവായുധം ഇപ്പം തന്നെ ഉണ്ട്. ഇനി എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്? എന്ത് ചെയ്യാൻ പോകുക? അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു തവണ നശിച്ചാൽ കഴിഞ്ഞില്ലേ. ബട്ട് ട്രംപ് പറഞ്ഞു തുടങ്ങുമെന്ന് പറഞ്ഞു. അവരവരുടെ നെവാദ മരുഭൂമിയിൽ എന്തോ പരീക്ഷണം നടത്തുമെന്നൊക്കെ പറയുന്നു. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ. ഇതാണ് അവസ്ഥ. സോ ഇൻ ഷോർട്ട് ഞാൻ വിചാരിക്കുന്നത് ചൈന റഷ്യയെ ഉപേക്ഷിച്ച് മറ്റ് പല രാജ്യങ്ങളെയും അതൃപ്തി ഏറ്റുവാങ്ങി അമേരിക്കയുമായിട്ട് ഒരു കരാറിനോ G2 ഉണ്ടാകാനോ അതിനുള്ള ആവശ്യവും ചൈനയ്ക്കില്ല. അതിൻ്റെ താല്പര്യം ഉണ്ടാകുമെന്നും എനിക്ക് തോന്നുന്നില്ല.